ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് മുട്ട വെള്ളക്കുറുമ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിന് സൈഡ് ഡിഷായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കാനും കഴിക്കാനും പറ്റിയ ഒന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട വെള്ളക്കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്റ്റവിലൊരു കടായി വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് ഒക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഒരു നുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് 2 സവോളയാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇത് കൂട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ചേർക്കുന്നത്. സവോള ചേർത്ത ശേഷം നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അല്ലിയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് എരിവനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് അല്പം ഉപ്പുപൊടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇതിൻ്റെ നിറമൊക്കെ മാറി ബ്രൗൺ നിറമൊന്നും ആകണ്ട. നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്ന രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ അളവിൽ തന്നെ ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് കാഷ്നട്ടാണ്. കാഷ്നട്ട് 10-12 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബദാം ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും കൂടി ചേർത്ത ശേഷം 1-2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഒരു മിക്സി ജാറിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സവോള വഴറ്റിയ അതേ പാനിനകത്ത് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ചൂടായ പാനിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. ബട്ടർ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന സവോള മിക്സാണ്. അത് 1/4 കപ്പ് വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സവോള മിക്സ് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് താഴെ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇത് കൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ ജീരകപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം ജീരകം ചേർത്ത സമയത്ത് ഒരല്പം കൂടി കൂടുതൽ ചേർത്താൽ മതി. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അളവിന് തൈരാണ്. തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയ തൈരോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന സെറ്റ് കർഡോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോകും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് അല്പം വെള്ളമാണ്. വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിന് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി നമുക്ക് ആവശ്യമനുസരിച്ച് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിന് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കസൂരി മെത്തിയാണ്. 1 ടീസ്പൂൺ അളവിനാണ് കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് അളവിന് ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവിന് പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പാൽപ്പാടയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലും പാൽപ്പാടയും കൂടി മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ച ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഗ്രേവിക്കകത്തേക്ക് ചേർക്കുന്നത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന
മുട്ടയാണ്. മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ സൈഡ് വരഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേവിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ വീണ്ടും ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ട തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഒരു സമയത്ത് ഉണ്ണി അതിൽ നിന്ന് വിട്ടുപോകാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് ഈ ഒരു കറി മൂടി വെച്ച ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വെള്ളക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചപ്പാത്തിയോ റൊട്ടി, നാൻ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റായ അപ്പം, ഇടിയപ്പം ഏതിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ട വെള്ളക്കുറുമ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.